വളരെ പ്രാർത്ഥനയോടെ നമുക്കൊരുമിച്ച് വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാം. റോമാലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വേദഭാഗം നമുക്ക് വായിക്കാം. റോമാലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വേദഭാഗം. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് തിന്മ നമ്മെ നിയന്ത്രിക്കാതെ നന്മയാൽ തിന്മയെ നിയന്ത്രിക്കണം. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, തിന്മ നമ്മെ നിയന്ത്രിക്കാതെ നന്മയാൽ തിന്മയെ നിയന്ത്രിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്താണ് തിന്മ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം ഞാൻ പിന്നീട് പറയുന്നത് കൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. ശത്രുവിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇപ്പൊ ശത്രു നമുക്കെതിരെ പ്രവർത്തിക്കുന്നത് അതിന് പ്രത്യുപകാരം അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോണ്ട് എന്ന നിലയിൽ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? പ്രവർത്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മക്കൾക്ക് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ തിന്മ എന്താണെന്ന് ഒരു വ്യാഖ്യാനം കൂടാതെ ജീവിത അനുഭവത്തിൽ നിന്ന് ദൈവമക്കൾക്ക് പറയുവാൻ കഴിയും. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവിച്ച തിന്മ വ്യത്യസ്തമായിട്ടുള്ള തിന്മകളായിരിക്കാം. അതൊരു പക്ഷേ നമ്മുടെ ഭവനത്തിൽ നിന്ന് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം, നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം, ജോലി മേഖലകളിൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. ആമേൻ. എവിടെയൊക്കെയോ നമ്മുടെ ഹൃദയത്തെ മുറിച്ച, ഹൃദയത്തെ വേദനിപ്പിച്ച സാഹചര്യങ്ങൾ സമൂഹത്തിന് നടുവിൽ നിന്ന്, മനുഷ്യരുടെ നടുവിൽ നിന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. വചനം പറയുവാൻ ആഗ്രഹിക്കുന്നത്, ആമേ, തിന്മയോട് തിരിച്ച് തിന്മ പ്രവർത്തിച്ചാൽ സംഭവിച്ച കാര്യം എന്താണ്? തിന്മ ജയിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയുന്നതിൻ്റെ ആശയം മനസ്സിലാകുന്നുവല്ലോ. ആമേൻ. നമുക്കെതിരെ തിന്മ പ്രവർത്തിച്ചവരോട് നമ്മൾ തിരിച്ചും തിന്മ പ്രവർത്തിച്ചാൽ സംഭവിക്കുന്ന ഒരു കാര്യം, തിന്മ ജയിക്കുകയാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, അവൻ എന്നോട് അങ്ങനെ ചെയ്തു, പ്രൈസ് ദി ലോർഡ്, ഞാൻ അവനെ തിരിച്ച് അതുപോലെ തന്നെ എനിക്കൊരവസരം കിട്ടിയാൽ അവനെതിരെ ഞാൻ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി പ്രവർത്തിച്ചില്ല, മനസ്സിനകത്ത് ആ ഒരു ചിന്ത വെച്ച് കഴിഞ്ഞാൽ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യം, തിന്മ അവിടെ ജയിക്കുകയാണ്. തിന്മ നമ്മെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വഴുതി പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിൽ കയ്പ് തോന്നാറുണ്ട്, വെറുപ്പ് തോന്നാറുണ്ട്, ഈർഷ്യ തോന്നാറുണ്ട്, പക തോന്നാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്കെതിരെ പ്രവർത്തിച്ച വ്യക്തികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് പലപ്പോഴും ആ കയ്പ് കടക്കുകയാണ്, വെറുപ്പ് കടക്കുകയാണ്, ഈർഷ്യ അല്ലെങ്കിൽ പിണക്കം, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആമേ തിരിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിനകത്ത് കിടക്കുകയാണ്. പലപ്പോഴും ആർക്കെങ്കിലും ഒക്കെ നമുക്കെതിരെ തിന്മ പ്രവർത്തിച്ച ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ആമേ പ്രയാസം ഉണ്ടായെന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മുമ്പിൽ പറയും, അങ്ങനെ ഉണ്ടാകരുതായിരുന്നു പറയും. എന്ന മനസ്സിൽ പറയും, പ്രൈസ് ദി ലോർഡ്, ആമേൻ, അവൻ അത് വരേണ്ടത് തന്നെയായിരുന്നു, എന്നെ ഒത്തിരി ദുഃഖിപ്പിച്ചിട്ടുണ്ട്, എന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ തിന്മ ആമേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിന്മയുടെ ആമേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, റിസൾട്ട്, ആമേൻ, എനിക്കൊരു തിന്മ ഒരുവൻ ചെയ്തുവെങ്കിൽ ആമേ തിരിച്ച് ആ തിന്മ ചെയ്താലേ എനിക്ക് സമാധാനം ഉണ്ടാകത്തുള്ളൂ എന്നുള്ള ചിന്ത, അത് സമൂഹത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, അത് പലപ്പോഴും കുടുംബത്തിനകത്ത് പോലും വെളിപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നെ ആമേ വാക്കുകൊണ്ട് ആമേ മുറിപ്പെടുത്തി, മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ആമേ പരസ്യമായിട്ട് അവഹേളിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേ, ഞാൻ എന്ത് ചെയ്യും? അവസരം കിട്ടിയാൽ ആമേ തിരിച്ച് മുറിപ്പെടുത്തും എന്നുള്ള നിലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ്? തിന്മയുടെ സർക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നതിൻ്റെ ആശയം മനസ്സിലാകുന്നുണ്ടല്ലോ. ഒരാൾ തിന്മ പ്രവർത്തിച്ചു, ഞാനും തിന്മ പ്രവർത്തിക്കും
ചിന്തിക്കുകയാണെങ്കിൽ തിന്മ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എവിടെ കറങ്ങും? അത് കുടുംബത്തിൻ്റെ അകത്ത് കറങ്ങും, അത് നമ്മളായിരിക്കുന്ന സമൂഹത്തിനകത്ത് കറങ്ങും. പ്രൈസ് ദി ലോർഡ്. അത് ജോലി മേഖലയിൽ കറങ്ങും. പ്രൈസ് ദി ലോർഡ്. എവിടെയൊക്കെ നന്മ പ്രാപിക്കണമോ അവിടെയല്ല തിന്മ ജയിച്ചുകൊണ്ട് തിന്മ കറങ്ങിക്കൊണ്ടിരിക്കുകയാ. ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവമക്കൾ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നവരായി തീരരുത്. നന്മ ചെയ്തുകൊണ്ട് തിന്മയെ ജയിക്കുവാൻ തയ്യാറാകുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ആ ഈവിള് ഹല്ലേലൂയ, ആ തിന്മ ഹല്ലേലൂയ അവിടെ ബ്രേക്ക് ആകുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവത്തിന്റെ സമാധാനം വെളിപ്പെടുവാൻ ഇടവരും, അവിടെ ദൈവത്തിന്റെ വിടുതൽ സംഭവിക്കുവാൻ ഇടവരുമെന്ന് വചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ. എത്ര പേർക്ക് ഞാൻ പറയുന്നതിന്റെ ആശയം മനസ്സിലാകുന്നു? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് പ്രൈസ് ദി ലോർഡ് ചിലതൊക്കെ വിട്ടുകളയുവാൻ ആഗ്രഹിച്ചിട്ടും മനസ്സിനകത്ത് അതിങ്ങനെ ഇരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഒരു കയ്പായിട്ടിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഒരു പകയായിട്ടിരിക്കുകയാ. അവസരം കിട്ടിയ തകർത്ത് കളയണമെന്നുള്ള ചിന്തയോടെ ജീവിക്കുകയാ. എന്നാൽ പരിശുദ്ധാത്മ പറയുന്നു, തിന്മയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വഴുതി പോയാൽ സംഭവിക്കുന്നത് എന്താ? നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട വിടുതലുകൾ അവിടെ നഷ്ടപ്പെടുകയാ. തിന്മ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാ. എന്നാൽ ഇന്ന് പകൽക്കാലം വചനത്തിന് പറയുവാനുള്ളത്, തിന്മയല്ല നമ്മുടെ ജീവിതത്തിനകത്ത് നിലനിൽക്കേണ്ടത്, മറിച്ച് നന്മ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. അസമാധാനമല്ല നിൽക്കേണ്ടത്, സമാധാനം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവിക വിടുതലുകൾ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുക. ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന, തിന്മ ചെയ്യരുതെന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് ദൈവമക്കൾക്ക് തിന്മ ചെയ്തുകൂടാത്തത്? ഈ ലോകം മുഴുവൻ തിന്മ പ്രവർത്തിക്കുകയാ. നമ്മളായിരിക്കുന്ന ലോകത്തില്ല. ഈ ലോകം എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം നമുക്കെതിരെ അവരെന്ത് ചെയ്യുന്നു? തിന്മ പ്രവർത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദോഷം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു ദൈവ പൈതലിനോട് വചനം പറയുന്നു, ഇല്ല, നമ്മൾ തിന്മ ചെയ്യരുത്. എന്തുകൊണ്ട്? യേശു കർത്താവിന്റെ അടുക്കല് സാദൂക്യരെ മിണ്ടാതാക്കി എന്ന് മനസ്സിലാക്കി പരീശന്മാർ കടന്നു വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു കർത്താവ് പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കണം. ഇതാ ഒന്നാമത്തെ ഏറ്റവും വലിയ കൽപ്പന. ഇനി രണ്ടാമത്തെ കൽപ്പന, നിന്റെ സഹോദരനെ നീ എന്ത് ചെയ്യണം? നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാ, സഹോദരനെ സ്നേഹിക്കണം, അയൽവക്കക്കാരനെ സ്നേഹിക്കണം, കൂട്ടു സഹോദരനെ സ്നേഹിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. പ്രൈസ് ദി ലോർഡ്. ആവശ്യമുള്ളവർക്ക് അത് എടുക്കാം എന്നല്ല വചനം പറയുന്നത്, മറിച്ച് ഇതൊരു ദൈവത്തിന്റെ കൽപ്പനയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസത്തോടെ അത് തിരിച്ചറിയുവാൻ കഴിയുന്നു? ആമേൻ. എൻ്റെ കൂട്ടു സഹോദരനെ സ്നേഹിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവമക്കളെ, അത് ദൈവത്തിന്റെ കൽപ്പന തന്നെയാണോ? നമുക്ക് ഒന്ന് നോക്കാം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് രണ്ട് വാക്യങ്ങൾ ഒന്ന് പെട്ടെന്ന് വായിച്ച് സഹായിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്ക് റോമാലേഖനം 5-ാമത്തെ അധ്യായം 5-ാമത്തെ വേദഭാഗം ഒന്ന് പ്രാരംഭമായിട്ട് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്തിരിക്കുക? ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ട്? എന്തുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ട്? ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിലുള്ളത് കൊണ്ട് ആമേൻ, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി ദൈവത്തിന്റെ വചനം പറയുക, ഈ സ്നേഹം ദൈവത്തോട് മാത്രമല്ല, ഈ സ്നേഹം നമ്മുടെ ഈ കൂട്ടു സഹോദരന്മാരോട് മാത്രമല്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കടന്നു വന്നിരിക്കാൻ പറ്റാത്ത അനേകർ ഈ സമൂഹത്തിന്റെ നടുവിലുണ്ട്. അവരെടുത്തു നോക്കുമ്പോൾ അവര് ആത്മീയമായി നമ്മുടെ അത്ര പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ പറയത്തില്ല. അവർക്ക് പല ഇംപെർഫെക്ഷൻ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകപ്രകാരം നോക്കിയാൽ അവരുടെ ജീവിതത്തിൽ പല ഇംപെർഫെക്ഷൻസ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വചനത്തിന് പറയുവാനുള്ളത്, ആമേൻ, നമ്മൾ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നുവോ, ആമേൻ, എങ്ങനെ നമ്മുടെ കൂട്ടു സഹോദരനെ സ്നേഹിക്കുന്നുവോ, അങ്ങനെ നമ്മുടെ അയൽക്കാരനെ നമ്മൾ സ്നേഹിക്കുവാൻ ഇടവരണം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വായിച്ചാട്ടെ ദൈവമക്കളെ. 1 തെസ്സലോനിക്കർ 4-ാമത്തെ അധ്യായം 9-ാമത്തെ വേദഭാഗം. 1 തെസ്സലോനിക്കർ 4:9.
പ്രൈസലോ. സഹോദര പ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ. ശ്രദ്ധിക്കണമേ, അന്യോന്യം സ്നേഹിക്കുവാൻ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉപദേശം പ്രാപിച്ചു. അപ്പൊ അന്യോന്യം സ്നേഹിക്കണം എന്നുള്ള ഉപദേശം ആരാ തന്നത്? ദൈവമാ. 1 യോഹന്നാൻ 4:19 വായിച്ചാട്ടെ. 1 യോഹന്നാൻ 4:19. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ആമേൻ. അവൻ ആദ്യം നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. പ്രൈസല്ലോ. യോഹന്നാന്റെ സുവിശേഷം 13:34 കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13:34. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. ആമേൻ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ള ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചുവെങ്കിൽ നിങ്ങളും എന്ത് ചെയ്യണം? അന്യോന്യം സ്നേഹിക്കണം. പ്രൈസലോ. അപ്പോൾ പിതാവായ ദൈവം നൽകിയ കൽപ്പന, പുത്രനാകുന്ന ക്രിസ്തു നൽകുന്ന കൽപ്പന. പ്രൈസലോ. എന്താണ് ആ കൽപ്പന? അന്യോന്യം സ്നേഹിക്കണം. പ്രൈസലോ. സഹോദരനെ നമ്മൾ സ്നേഹിക്കണം. പ്രൈസലോ. ആമെ തിന്മ ചെയ്യാതെ നന്മ ചെയ്തിട്ട് ആ തിന്മയെ നമുക്ക് ജയിക്കുവാൻ കഴിയുമെന്നുള്ളത് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് ഇന്ന് പകൽക്കാലം നമ്മളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസലോ. ഈ ഒരു വചനത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം എന്താണ്? ആമെ പല വിഷയങ്ങളോടുള്ള ബന്ധത്തിങ്കൽ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ചില മേഖലകൾ വെളിപ്പെടുത്തുന്നത് ക്ഷമിക്കാതെ കിടക്കുന്ന ചില മേഖലകൾ. ഹല്ലേലൂയ. ക്ഷമിക്കാതെ കിടക്കുന്ന ചില മണ്ഡലങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. അത് നിമിത്തമായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാതെ പോകുകയാണ്. പ്രൈസലോ. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഹൃദയമായിട്ട് ഹൃദയങ്ങളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ആമേൻ, ദൈവത്തിന്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകി. പ്രൈസലോ. എങ്ങനെ നൽകി? അതിൻ്റെ പിന്നിൽ ഒരു വലിയ ത്യാഗമുണ്ട്. പ്രൈസലോ. അതിൻ്റെ പിന്നിൽ വലിയൊരു വിലയുണ്ട്. പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ സ്നേഹം നൽകിയിട്ട് ദൈവത്തിന്റെ വചനം പറയുക, ഈ സ്നേഹം എന്നിലുണ്ടെങ്കിൽ ആമേ തിന്മ ഇനി വളരുവാൻ നമ്മൾ അനുവദിക്കരുത്. ആമേൻ. എന്താണ് ആ സ്നേഹത്തിന്റെ പ്രത്യേകത? ആമേ തിന്മ ചെയ്ത നമ്മളോട് തിന്മ ചെയ്തതല്ല, തിന്മ ചെയ്ത നമ്മളെ മക്കളാക്കി തീർത്തതാ. പ്രൈസലോ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? പാപം ചെയ്ത, അകൃത്യം ചെയ്ത നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിച്ചിട്ട് ദൈവത്തിന്റെ മക്കളാക്കി തീർത്തത് എൻ്റെ കർത്താവിന്റെ സ്നേഹമാണ്. പ്രൈസലോ. ആ സ്നേഹം ഇന്ന് നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുകയാ. ആ സ്നേഹം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. തിന്മ ഇനി ഈ സമൂഹത്തിന്റെ നടുവിൽ വളരാതിരിക്കുക, കുടുംബത്തിനകത്ത് വളരാതിരിക്കുക. ആമേൻ. ദൈവത്തെ അറിഞ്ഞ ഞാനൊരു തീരുമാനം എടുക്കുകയാ. ആമേൻ. എൻ്റെ ശത്രുവായിരിക്കുക, എന്നോട് തിന്മ ചെയ്തവനായിരിക്കുക, എന്നെ വേദനപ്പെടുത്തിയവനായിരിക്കുക, എൻ്റെ നന്മകളെ അപകരിച്ചവനായിരിക്കുക, എന്നാൽ ദൈവസന്നിധിയിൽ മനസ്സോടെ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാ, അവനോട് ക്ഷമിക്കുകയാ. ഹല്ലേലൂയ. ഈ ഒരു തീരുമാനം നമുക്ക് എടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ ദൈവമക്കളെ, അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി ആമേൻ ആരംഭിക്കുമെന്ന് വചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസലോ. എത്ര പേർക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നു? പ്രൈസലോ. ആമേൻ. തിന്മ പ്രവർത്തിച്ചവരുണ്ട്, വേദനിപ്പിച്ചവരുണ്ട്, മുറിച്ചവരുണ്ട്, നന്മകൾ അപകരിച്ചവരുണ്ട്, ഇതെല്ലാം ഉണ്ട്. പ്രൈസലോ. എന്നാൽ എൻ്റെ കർത്താവ് കാണിച്ച സ്നേഹം എന്ന് പറയുന്നത് ത്യാഗാത്മകമായ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇന്ന് ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ആമേൻ. ഇന്ന് എൻ്റെ അകത്തളങ്ങളിൽ പരിശുദ്ധാത്മാവിനെ നൽകി തന്ന് ആമേ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കുന്നുവെങ്കിൽ എനിക്കൊരു കാര്യം പറയുവാൻ കഴിയുന്നു. പ്രൈസലോ. തിന്മ പ്രവർത്തിക്കുന്നവരെതിരെ തിന്മ പ്രവർത്തിക്കാതെ നന്മ പ്രവർത്തിക്കുവാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹമാണ്. പ്രൈസലോ. ഇന്ന് എത്ര പേർക്ക് അത് വിളിച്ചു പറയുവാൻ കഴിയുന്നു? ദൈവമക്കൾ, എന്നും നമ്മൾ ഈ ഹോളിനകത്ത് തന്നെയല്ലേ ഇരിക്കുന്നത്. ബാക്കി 5 ദിവസം 6 ദിവസം നമ്മൾ ലോകത്തില്ല. പ്രൈസലോ. ലോകത്തിൽ ഓരോ മേഖലകളിലോ തിന്മ പ്രവർത്തിക്കുന്നവരുണ്ട്. എന്നാൽ അവിടെയെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ആമേൻ, ദൈവത്തിന്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ദൈവം പകർന്നിരിക്കുന്നുവെങ്കിൽ മനസ്സോ
മനസ്സോടെ ചിലരോടൊക്കെ ഞാൻ ക്ഷമിക്കുന്നു. ഹല്ലേലൂയ. മനസ്സോടെ ചിലർക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മനസ്സോടെ ചിലരെയൊക്കെ ഞാൻ ആമേൻ അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതിലൂടെ ആ തിന്മ അവിടെ ബ്രേക്ക് ആകുകയാ. അവിടെ ദൈവത്തിന്റെ സമാധാനം വെളിപ്പെടുകയാണെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എങ്ങനെ ഈ തിന്മയെ നീക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ഈ പിണക്കത്തെ ഈർഷ്യയൊക്കെ നമുക്ക് നീക്കിക്കളയുവാൻ കഴിയും? 1-2 വാക്യങ്ങൾ ഇതിനോടനുബന്ധമായി വായിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിന്റെ 44-ാമത്തെ വേദഭാഗം. മത്തായിയുടെ സുവിശേഷം നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആമേ മാനുഷിക നിലയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഈ പിണക്കം ഉണ്ടായിരിക്കാം, ദേഷ്യം ഉണ്ടായിരിക്കും, ഈർഷ്യ ഉണ്ടായിരിക്കാം, പക ഉണ്ടായിരിക്കും, ഇതെല്ലാം മനസ്സിലിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ വചനം പറയുന്നു ശത്രുക്കളെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷേ മാനുഷികമായി സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എങ്ങനെയാ സ്നേഹിക്കാൻ പറ്റുന്നത്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ മനുഷ്യരല്ലേ എന്ന് നമ്മൾ പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾക്ക് ദൈവസന്നിധി പ്രാർത്ഥനയുടെ അനുഭവമുണ്ട്. എത്ര ഭാരമുള്ള വിഷയം പ്രാർത്ഥനയോടെ കണ്ണുനീരോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് ആ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ മനസ്സിനകത്ത് ഒരു വലിയ സമാധാനം നമ്മൾ ഫീൽ ചെയ്യാറില്ലേ? പ്രൈസ്. ആമേ. മനസ്സിനകത്തുള്ള ഒരു വലിയ ഭാരം ഇറങ്ങിപ്പോയതുപോലെ നമുക്ക് തോന്നാറില്ലേ? പ്രൈസ് അല്ലോ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, ശത്രു ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേ. പ്രൈസ് ദി ലോർഡ്. വേദനിപ്പിച്ചവർ കുടുംബത്തിന്റെ അകത്ത് തന്നെ ആയിരിക്കുക, മുറിപ്പെടുത്തിയവർ കുടുംബത്തിന്റെ അകത്ത് തന്നെ ആയിരിക്കുക. ആമേ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, മനസ്സോടെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? ആമേ. മുട്ടുകുത്തി ആ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ട് ആമേ. പ്രൈസ് ദി ലോർഡ്. മനഃപൂർവ്വമായി ക്ഷമിക്കുക നമ്മളെ സഹായിക്കുമെന്ന് ദൈവത്തിന്റെ വചനം ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ആമേൻ, ഇവനെന്റെ ശത്രുവാ, ഇവൻ തകരട്ടെ എന്ന് പറഞ്ഞല്ല പ്രാർത്ഥിക്കേണ്ടത്. എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, ഒരു മാനസാന്തരത്തിന് അവസരം കൊടുക്കണമേ. ഞാൻ ദൈവസന്നിധി നീതിയോടെ നടന്നിട്ട് പ്രൈസ് ദി ലോർഡ് വൃഥാ എന്നെ വേദനിപ്പിക്കുന്ന ഈ മണ്ഡലങ്ങളോട് ദൈവം ഇടപെടണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കർത്താവേ. ദേശത്തിന് നടുവിൽ നിന്റെ നാമം മഹത്വപ്പെടുവാൻ ഈ വിഷയത്തിന് നടുവിൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമേ എന്ന് മനസ്സോടെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയാട്ടെ ദൈവമക്കളെ. ആ പ്രാർത്ഥിച്ച് തുടങ്ങുന്നത് ഒരു പക്ഷേ നമ്മൾ വൈകാരികമായ തലത്തിൽ ആമേൻ, നമ്മുടെ ജഡത്തിലായിരിക്കുക. എന്നാൽ പ്രാർത്ഥന ദൈവത്തോടുള്ള ബന്ധത്തിലേക്കൊന്ന് അടുത്ത് വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ചില മേഖലകളെ ഹീൽ ചെയ്യും. ആമേൻ. നമ്മളോട് ഹൃദ്യമായിട്ട് ഇടപെടും. ആമേൻ. ഇതങ്ങ് വിട്ടുകള, ക്ഷമിച്ചു കളക. ആമേൻ. ഞാൻ ഇടപെടുവാൻ മതിയായവനെന്ന് നമ്മളോട്, നമ്മുടെ ഹൃദയത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മനഃപൂർവ്വമായിട്ട് ഒന്ന് ക്ഷമിച്ചു കൊടുത്തിട്ട് ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം കഴിയുന്നുവെങ്കിൽ ആമേ ചില മേഖലകളെ ആമേ ദൈവത്തൊട്ട് സൗഖ്യമാക്കുവാൻ ഇടവരുമെന്ന് വചന ഹൃദ്യമായി ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ശത്രു എനിക്കെതിരെ തിന്മ ചെയ്യുന്നു, ഞാനും തിന്മ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാ. ആമേ. പ്രൈസ് ദി ലോർഡ്. ഇത് ഒരു ദിവസമല്ല. ഹല്ലേലൂയ. ഇത് ദിവസങ്ങളായി, ഇത് മാസങ്ങളായി, ഇത് വർഷങ്ങളായി. ആമേ. പ്രൈസ് ദി ലോർഡ്. ആമേ. ശത്രുവായി ഇവൻ ജയിച്ചുകൊണ്ടിരിക്കുകയാ, തിന്മ ജയിച്ചുകൊണ്ടിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനം എടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ ഭവനത്തിനകത്ത്, എൻ്റെ ജീവിതത്തിനകത്ത് ഈ തിന്മയെ നിയന്ത്രിക്കുകയല്ല, നന്മ ചെയ്തിട്ട് തിന്മയെ നിയന്ത്രിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നുവെങ്കിൽ ഞാൻ കണ്ണുനീരോടെ ദൈവത്തിന്റെ സന്നിധി മുട്ടുമടക്കി എൻ്റെ ശത്രുവിന് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ തീരുമാനമെടുക്കുകയാ. ആമേൻ. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമക്കളെ, നമുക്ക് കഴിയുന്നുവെങ്കിൽ ഹൃദയത്തിന്റെ മുറിവ്
കുറവുകളെ ദൈവം ഉണക്കുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ചില മേഖലകളോട് ക്ഷമിക്കുക, ചില വ്യക്തികളോട് ക്ഷമിക്കുക, നമുക്ക് ഇടവരും. പ്രൈസ് ദി ലോർഡ്. എവിടെ ക്ഷമ വെളിപ്പെടുന്നുവോ അവിടെ ദൈവത്തിന്റെ വിടുതൽ സംഭവിക്കുമെന്ന് തിരുവചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. തിന്മ ആമേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? സമാധാനം നഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. വിടുതൽ നഷ്ടപ്പെടും. ആമേൻ. ദൈവപ്രവൃത്തി ഇല്ലാതെയായി തീരും. എന്നാൽ എവിടെ നന്മ വെളിപ്പെടുന്നുവോ അവിടെ ഒരു സമാധാനം വെളിപ്പെടും. ഹല്ലേലൂയ. എവിടെ നന്മ വെളിപ്പെടുന്നുവോ അവിടെ ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടും. എവിടെ നന്മ വെളിപ്പെടുന്നുവോ അവിടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വെളിപ്പെടുവാൻ ഇടവരുമെന്ന് പരിശുദ്ധാത്മാവ് ഹൃദയമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒന്നാമതായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. മാനുഷികമായി സാധ്യമല്ല ഹല്ലേലൂയ എന്ന പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേ. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ മതി. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ മതി. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ മതി. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ മതി. ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേ. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച ചില മേഖലകളോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ചില മേഖലകളൊക്കെ ശരിയാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ആമേ. ചില വ്യക്തികളൊക്കെ ഒന്ന് ശരിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് അതിനോട് ചേർത്ത് പറയുക, ക്ഷമിച്ചിട്ട് പ്രാർത്ഥിര്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സുകൊണ്ട് ക്ഷമിച്ചിട്ട് പ്രാർത്ഥിര്. ആത്മാവിൽ ആമേ ക്ഷമിച്ചിട്ട് പ്രാർത്ഥിര്. പ്രൈസ് ദി ലോർഡ്. ആമേ. മനസ്സോടെ ക്ഷമിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ സംഭവിച്ചതെല്ലാം ഞാൻ ക്ഷമിക്കുകയാ. എൻ്റെ കർത്താവിന്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ എനിക്കൊരു പകയില്ല, വിദ്വേഷമില്ല. ഞാൻ മനസ്സോടെ ക്ഷമിക്കുകയാ. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുകയാ, ആമേ. നിന്റെ വിഷയത്തിന്റെ നടുവിൽ ഞാൻ ഇറങ്ങി പ്രവർത്തിക്കുക. മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് വിശ്വസിച്ച് ഏറ്റെടുക്കുക. വചനത്തിന് ഹൃദയമായി നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 3:13. അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വീണ്ടും പറയുകയാണ്, അന്യോന്യം എന്ത് ചെയ്യണം? ക്ഷമിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ വീണ്ടും അതിനോട് ചേർത്ത് വചനം പറയുകയാണ്, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വന്നാട്ടെ ദൈവമക്കളെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം അതിന്റെ 4 തൊട്ടുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആളുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നു. ഇവിടെ വചനം പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന് പ്രാർത്ഥിക്കണം, 2 എന്ത് ചെയ്യണം? ക്ഷമിക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ക്ഷമിക്കണം? കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം. കർത്താവ് എങ്ങനെയാ ക്ഷമിച്ചത്? ആ ക്രൂശിലേക്ക് നോക്കിയാൽ മതി. ആമേൻ. ഇന്ന് പകൽക്കാലം വചനം വളരെ വ്യക്തമായി നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ക്രൂശിനെ ധ്യാനിക്കേണ്ടതുപോലെ ധ്യാനിച്ചാൽ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിനകത്ത് എല്ലാ മേഖലയിലും വിടുതലുകൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? ഹല്ലേലൂയ. നമ്മുടെ ആമേൻ നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ആമേൻ അവൻ അടിപ്പിണരുകൾ ഏറ്റുവെങ്കിൽ, അവൻ ആമേൻ പ്രൈസ് ക്രൂശിൽ അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റി തന്നുവെങ്കിൽ, നമ്മുടെ കടങ്ങളെ നമ്മുടെ പാപങ്ങളെ നമ്മളോട് ക്ഷമിച്ച് തന്നുവെങ്കിൽ, അതിന് കൊടുത്ത വില ആമേൻ തൻ്റെ രക്തം തന്നെയാണെങ്കിൽ, തൻ്റെ ജീവൻ തന്നെയാണെങ്കിൽ, ആമേൻ ആ ക്രൂശിലേക്ക് ഒന്ന് നോക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ, ദൈവം
ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന ഈർഷ്യയും പിണക്കവും പകയും ഒക്കെ അലിഞ്ഞു പോകുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഞാൻ പറയുന്നതിന്റെ ആശയം മനസ്സിലാകുന്നുണ്ട്? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ആമേൻ, ആരാണ് എനിക്കൊരു റോൾ മോഡൽ എന്ന് നമ്മൾ ചിന്തിക്കും. വചനം പറയുന്നു, ക്രിസ്തു ക്ഷമിച്ചു, കർത്താവ് ക്ഷമിച്ചു. അതിനേക്കാൾ വലിയൊരു റോൾ മോഡൽ നമ്മുടെ മുമ്പിലില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഓരോ ദിവസവും ദൈവമക്കളെ സമയം കിട്ടുന്നുവെങ്കിൽ ഈ ഭാഗങ്ങൾ എടുത്തു വെച്ച് ധ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ വചനങ്ങൾക്ക് ആമേൻ നമ്മുടെ ജീവിതത്തിനകത്തൊരു വലിയ രൂപാന്തരം, ഒരു വലിയ വ്യതിയാനം, ഒരു വലിയ വ്യത്യാസം ആമേൻ വെളിപ്പെടുത്തുവാൻ കഴിയുമെന്ന് വചനം ഹൃദയമായിട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ കർത്താവ് ക്ഷമിച്ചതുപോലെ നമ്മൾ ക്ഷമിക്കണം. പ്രൈസ് ദി ലോർഡ്. ശത്രുവിന് വേണ്ടി നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം? പ്രാർത്ഥിച്ചാൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ക്ഷമിച്ചതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്ക് വീണ്ടും പോകാം. റോമാലേഖനം 12-ാമത്തെ അധ്യായം 17 തൊട്ട് ആമേൻ വായിക്കാം. റോമാലേഖനം 12-17 തൊട്ടുള്ള. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. 1 പ്രാർത്ഥിക്കണം, 2 ക്ഷമിക്കണം, 3 സമാധാനമായിട്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കഴിയുമെങ്കിൽ സകല മനുഷ്യരോടും, സ്തോത്രം, ഹല്ലേലൂയ, സകല മനുഷ്യരോടും എന്ത് ചെയ്യണം? പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന്, ശത്രുവിന് വേണ്ടി സകല മനുഷ്യരോട് സമാധാനത്തോടെ ഇരിക്കണമെങ്കിൽ സകല മനുഷ്യരുടെ മുകളിൽ അധികാരം നടത്തുന്നത് നമ്മുടെ ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. പ്രൈസ്. ഇത്ര പേർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകും. പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, യേശു കർത്താവേ, ആ കർത്തൃത്വത്തിൻ്റെ കീഴിലേക്ക് സമർപ്പിക്കുകയാണ്. ആ കർത്തൃത്വത്തിൻ്റെ കീഴിലേക്ക് സമർപ്പിച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഒരു ശക്തികൾക്ക്, പ്രൈസ് ദി ലോർഡ്, ആ പ്രാർത്ഥനയുടെ വിടുതലിനെ തടയുവാൻ കഴിയത്തില്ല. പ്രൈസ്. ഇത്ര പേർക്ക് ഞാൻ പറയുന്നതിന്റെ ആശയം മനസ്സിലാകും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദ സോവറിൻ ഗോഡ്, ഹല്ലേലൂയ, സകലത്തെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവം ആമേൻ ജീവിക്കുന്നുവെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കളെ, ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട ആവശ്യമില്ല, ഒരിടത്തും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാവരോടും ക്ഷമിക്കുക. നമുക്കിടവരുന്നത് സകലരെയും നിയന്ത്രിക്കുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അത് നമ്മൾ സേവിക്കുന്ന ജീവനുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്ര പേർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായി? ആമേൻ. പ്രൈസ് ദി ലോർഡ്. എനിക്കെൻ്റെ സഹോദരനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, സ്തോത്രം, എന്ന് ചിന്തിക്കുക. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന് എന്തോ കഴിവ് കുറവുള്ളതായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം എന്നെ മാത്രമേ ദൈവത്തിന് നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ, എൻ്റെ സഹോദരനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായി? ദൈവമക്കളെ, അത് ജോലി സ്ഥലത്താണ്. നിങ്ങളെ ജോലിക്കാക്കിയത് ആരാ? ദൈവമാണ്. നിങ്ങൾക്ക് ബിസിനസ് തന്ന ആരാ? ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളോട് ചില കാര്യങ്ങൾ ആരംഭിക്കാൻ പറഞ്ഞത് ആരാ? ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മുകളിലും അധികാരം നടത്താൻ ആർക്കാ കഴിയുന്നത്? നിങ്ങൾക്ക് കുടുംബം തന്നത് ആരാ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ കുടുംബത്തിൻ്റെ മുകളിൽ അധികാരി ആരാ? ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം വചനത്തിന് പറയാനുള്ളത്, ദൈവത്തിൻ്റെ കയ്യിലേക്ക് ചിലത് വിട്ടുകൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ചിലത് വിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊടുക്ക്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു പക്ഷേ ഇത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കുക, എന്നാൽ പരിശുദ്ധാത്മ ഹൃദയമായിട്ട് പറയുക, ചില മേഖലകൾ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാതെ ചില മേഖലകളെ ദൈവത്തിങ്കിലേക്ക് വിട്ടുകൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ചില വ്യക്തികളെ ദൈവത്തിങ്കിലേക്ക് വിട്ടുകൊടുക്കുക, ചില സാഹചര്യങ്ങളെ ദൈവത്തിങ്കിലേക്ക് വിട്ടുകൊടുക്കുക. ഇന്ന് പകൽക്കാലം സകലത്തെയും നിയന്ത്രിക്കുക ഒരേ ഒരു ദൈവമേ ഉള്ളുവെങ്കിൽ എൻ്റെ ഹൃദയത്തിനകത്ത് ആമേൻ ആശ്വാസം പ്രാപിക്കുവാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തിന്മ പ്രവർത്തിക്കരുത്. നന്മയാ തിന്മയെ ജയിക്കണം. എന്താ നന്മ? പ്രാർത്ഥിക്കുന്ന നന്മയാ, ക്ഷമിക്കുന്ന നന്മയാ, സമാധാനത്തോടെ ഇരിക്കുന്ന നന്മയാ. പ്രൈസ് ദി ലോർഡ്.
അവിടെ സംഭവിക്കുന്നത് എന്താ? പ്രൈസലോ, തിന്മ പ്രവർത്തിക്കുന്നവൻ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മളും തിന്മ പ്രവർത്തിക്കണം. പ്രൈസലോ, ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ ഹൃദയത്തിനകത്ത് ഈർഷ്യയും പിണക്കവും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ശത്രു ആഗ്രഹിക്കുന്നത് എന്താണ്? ആ ഈ തിന്മയിൽ തന്നെ നമ്മൾ നിയന്ത്രിക്കപ്പെടണം. പ്രൈസലോ. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം അകത്തുള്ള ഒരു ദൈവ പൈതൽ തിരിച്ചറിയുക, ഇത് ശത്രുവിന്റെ പദ്ധതിയാ. എൻ്റെ കുടുംബത്തിനകത്ത് ശത്രു കയറരുത്, എൻ്റെ ജീവിതത്തിനകത്ത് ശത്രു കയറരുത്, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ശത്രു കയറരുത്, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ തിന്മ ജയിക്കരുത്. പ്രൈസ്. അതുകൊണ്ട് മനസ്സോടെ ശത്രുവിന് വേണ്ടിയും പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നുവെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് വരച്ചു കാണിച്ച ഒരു ദൃശ്യമുണ്ട്, കാൽവരി ക്രൂശ്. ആ കാൽവരി ക്രൂശിൽ തൂങ്ങപ്പെട്ട എൻ്റെ കർത്താവ് മുൾക്കിരീടം ചൂടിക്കൊണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ്. ആ മുറിവുകളിലൂടെ ആ രക്തത്തുള്ളികൾ ധാരധാരയായി ഒഴുക്കിക്കൊണ്ട് പ്രൈസ് ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച അരുമനാഥന്റെ ഒരു വലിയ ചിത്രം നമ്മുടെ മുമ്പിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വരച്ചു കാണിക്കുകയാ. ആ ചിത്രം നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചുവെങ്കിൽ, നിങ്ങളുടെ അധികമായ പാപങ്ങളെ ക്ഷമിച്ചു തന്നുവെങ്കിൽ, അധികമായിട്ട് ഇന്ന് പകൽക്കാലം കർത്താവിനെ സ്നേഹിക്കണം, സഹോദരനെ സ്നേഹിക്കണം. ആമേൻ. അത് ദൈവത്തിന്റെ വചനം നമ്മളോട് ഹൃദ്യമായിട്ട് നമ്മുടെ ഹൃദയങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസലോ. അപ്പൊ എല്ലാവരോടും സമാധാനമായിട്ടിരിക്കാൻ പറ്റും. പ്രൈസലോ. എല്ലാവരോടും സമാധാനമായിട്ടിരിക്കാൻ പറ്റും. കാരണം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളെ വിളിച്ച ദൈവമാണ്, നമ്മളെ നടത്തുന്ന ദൈവമാണ്. നമ്മളെ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഇതിനിടയ്ക്ക് അനേക ആളുകൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകും. പ്രൈസലോ. അനേകർ നമുക്ക് അനുകൂലമായി സംസാരിക്കും, അനേകർ പ്രതികൂലമായി സംസാരിക്കും. പ്രൈസലോ. എന്നാൽ പരിശുദ്ധാത്മാവിന് വ്യക്തമായി പറയുവാനുള്ളത്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാൻ പോലും പറ്റാത്ത ആളുകളായിരിക്കുക ഒരുപക്ഷെ നമ്മുടെ കണ്ണിന് മുമ്പിലൂടെ കടന്നു പോകുന്നത്. ആ വ്യക്തിയെയും പ്രൈസലോ ആമേൻ ദൈവമക്കളെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. പ്രൈസലോ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലാകുന്നു? നമ്മൾ വാഹനം ഓടിച്ച് ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ എത്ര വാഹനങ്ങൾ നമുക്കറിയാത്തതായിട്ടുണ്ട്, എത്ര ആളുകൾ നമുക്ക് പരിചയമില്ലാത്തവരായി നമ്മുടെ മുമ്പിലും പുറകിലും ഒക്കെ ഉണ്ട്. എന്നാൽ എല്ലാറ്റിനും ഒരു അതിർ വെച്ചിട്ട്, ഹല്ലേലൂയ, നമ്മളെ ഇതുവരെയും നടത്തിയ ഒരു ദൈവം ജീവിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ, ഒരു ജീവിത സാഹചര്യവും എൻ്റെ ദൈവം അറിയാതെ, എൻ്റെ കർത്താവ് അറിയാതെ നമ്മെ ഭാരപ്പെടുത്തുവാൻ അനുവദിക്കത്തില്ല. അതിനെല്ലാം അതിർവരമ്പ് വെച്ചുകൊണ്ട് പ്രൈസ് ദൈവത്തിന്റെ ജനത്തെ സംരക്ഷിക്കുക കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം സമാധാനത്തോടെ ഇരിക്കുക, എല്ലാവരോടും സമാധാനത്തോടെ ഇരിക്കുക. ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി, ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്താൽ മതി. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വചനം കൂടെ നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനം 5:19, അത് കഴിഞ്ഞ് 22 വായിക്കാം. ഗലാത്യ ലേഖനം 5:19. ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഷാഢ്യം. മതി. പക, പിണക്കം, ഇതൊക്കെ എന്താണ്? ജഡത്തിന്റെ പ്രവൃത്തിയാ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ആത്മാവിന്റെ ഫലത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ പകയും പിണക്കവും വിദ്വേഷവും ഇതൊക്കെ എന്താണ്? ജഡത്തിന്റെ പ്രവൃത്തിയാണ്. എന്നാൽ യേശു കർത്താവ് കാൽവരി ക്രൂശിലൂടെ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിനകത്ത് നൽകി തന്ന് പ്രൈസ് നമ്മൾ ദൈവത്തിന്റെ സ്നേഹം നിറച്ചിരിക്കുന്നുവെങ്കിൽ പ്രൈസ് ജഡത്തിന്റെ പ്രവർത്തികളിലേക്കല്ല നമ്മൾ പോകേണ്ടത്, മറിച്ച് ജഡത്തിന്റെ പ്രവർത്തികളെ ജയിക്കാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായം തേടുകയാണ് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായോ? പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയും, ക്ഷമിക്കുവാൻ കഴിയും, സമാധാനത്തോടെ ഇരിക്കുവാൻ കഴിയും. അപ്പോൾ തന്നെ ഇന്ന് പകൽക്കാലം നമ്മളിൽ അധിവസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് നമ്മളെ
കൊണ്ടുവരുക ആമേൻ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ആമേൻ ജഡത്തിന്റെ പ്രവൃത്തികളെ ജയിച്ചിട്ട് ആത്മാവിന് ആ ജഡത്തിന്റെ പ്രവൃത്തികളെ ജയിച്ചിട്ട് ദൈവത്തിന്റെ സന്നിധി മഹത്വത്തോടെ ജീവിക്കുക നമുക്ക് ഇടവരുമെന്ന് തിരുവചന ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ആത്മീയ ജീവിതം നയിക്കുകയും, അപ്പോൾ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ആത്മാവിന്റെ ജീവിതം. ഹല്ലേലൂയ. ആത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള ജീവിതം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശു കർത്താവ് വെറുതെയാണോ ശിഷ്യന്മാരോ പറഞ്ഞ് നിങ്ങൾ ഇപ്പം പോകരുത്, കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മ വരട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ധൃതിയൊന്നും കാണിക്കണ്ട, പരിശുദ്ധാത്മ വരട്ടെ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മ വന്നാൽ ദൈവം നിങ്ങളെ ശക്തീകരിക്കും. സോദരി, ദൈവത്തിന്റെ വചനം പറയുക ആമേൻ ഒത്തിരി ധൃതിയൊന്നും ഒരിടത്തും കാണിക്കരുത്. ആമേൻ ഒന്നാമതായിട്ട് ദൈവ ശബ്ദം കേൾക്കാനിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വചനം പറയുന്നു, ആത്മാവ് നമ്മളെ എവിടെയൊക്കെ നിയന്ത്രിക്കുന്നുവോ അവിടെ ഒരിക്കലും ജഡത്തിന്റെ ഒരു പ്രവൃത്തി മുന്നോട്ട് വരത്തില്ല. ആത്മാവ് നിയന്ത്രിക്കുമ്പോൾ ആത്മാവിന്റെ ഫലം വെളിപ്പെടുവാൻ ഇടവരും. അവിടെ സമാധാനമുണ്ട്, അവിടെ സന്തോഷമുണ്ട്, അവിടെ ദൈവത്തിന്റെ വിടുതലുകളെ അനുഭവിക്കുവാൻ ഇടവരുമെന്ന് വചന ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളൊന്ന് സമർപ്പിച്ച് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോസഫിന്റെ കാര്യം സങ്കീർത്തനത്തിൽ പറഞ്ഞല്ലോ. പ്രൈസ് ദി ലോർഡ്. യോസഫിനെതിരെ തൻ്റെ സഹോദരന്മാര് തിന്മ പ്രവർത്തിച്ചു. യോസഫിനെതിരെ തിന്മ പ്രവർത്തിച്ചു. പൊട്ടക്കിണറ്റിലിട്ടു. ആമേൻ. വിറ്റ് കളഞ്ഞു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിനകത്ത് തിന്മയെല്ലാം പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ തിന്മ തിരിച്ചു പ്രവർത്തിക്കാൻ യോസഫ് തയ്യാറായോ? ഇല്ല. യോസഫ് തിന്മ എങ്ങനെയാണ് ജയിച്ചത്? തൻ്റെ സഹോദരന്മാരെ ചേർത്തുകൊണ്ട്, തൻ്റെ സഹോദരന്മാരുടെ ബുദ്ധിമുട്ടുകളിൽ അവർക്ക് ആവശ്യമുള്ള ആഹാരം കൊടുത്തു. അവരുടെ മുന്നോട്ടുള്ള സംരക്ഷണം മുഴുവൻ ദൈവത്തിൻ്റെ സഹായത്തോടെ യോസഫ് ഏറ്റെടുക്കുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? ആമേ തിന്മ കൊണ്ട് ജയിക്കുകയായിരുന്നെങ്കിൽ യോസഫ് ആ സ്ഥാനത്ത് എത്തത്തില്ലായിരുന്നു. എന്നാൽ യോസഫിൽ ഒരു ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. ആ ദൈവസാന്നിധ്യം തിന്മ ചെയ്യാതെ, ഹല്ലേലൂയ, നന്മ പ്രവർത്തിക്കുവാൻ യോസഫിനെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദ് ശൗൽ, പ്രൈസ് ദി ലോർഡ്, ശൗൽ തിന്മ തന്നെ പ്രവർത്തിച്ചു. എന്നാൽ ദാവീദ് എന്ത് ചെയ്യുക? അവസരം കിട്ടിയിട്ടും ആമേൻ ഹല്ലേലൂയ വലിയ ഭയത്തോടെ അവൻ്റെ വസ്ത്രത്തിൻ്റെ ഒരറ്റം മുറിച്ചെടുത്തു. പ്രൈസ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആമേൻ ആ ശൗലിനോട് പറയണം, ആമേൻ നീ ദൈവത്തിൻ്റെ പുരുഷനാണ്, ദൈവത്തിൻ്റെ അഭിഷക്തനാണ്, നിന്നെ തുടരുതെന്ന് ദൈവം എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, നിനക്കെതിരെ ഒരു തിന്മ ചെയ്യരുതെന്ന് ദൈവം എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് അവസരം നൽകിയിട്ടും അവസരം ലഭിച്ചിട്ടും ഞാനത് പ്രവർത്തിച്ചില്ല എന്ന് വെളിപ്പെടുത്തുവാൻ ആമേൻ ഹല്ലേലൂയ ദാവീദ് അപ്രകാരം ചെയ്തത് വചനത്തിൻ്റെ അകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തെഫാനോസ് കല്ലേറ് കൊള്ളുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നന്മയാണോ ജീവിതത്തിനകത്ത് കൊടുക്കുന്നതല്ല, തിന്മ അനുഭവിക്കുകയാ. ഈ കല്ലേറ് കൊള്ളുമ്പോഴും പ്രൈസ് ദി ലോർഡ് ഇവരോട് ക്ഷമിക്കണമേന്ന് ഒരു പ്രാർത്ഥന സ്തെഫാനോസ് കഴിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം നോക്കുക ദൈവമക്കളെ, ആമേൻ ആ പ്രാർത്ഥിക്കുന്ന സ്തെഫാനോസ് കാണുന്നത് ആമേൻ തന്നെ സ്വീകരിക്കുവാൻ വേണ്ടി സ്വർഗം തുറന്നിരിക്കുന്നത്, കർത്താവ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നത് സ്തെഫാനോസ് കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മനസ്സോടെ ചില മേഖലകളോട് ക്ഷമിക്കുക. ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്തോടെ ആമേ ചില മേഖലകളോട് പ്രതികരിക്കാതെ ഹല്ലേലൂയ അവിടെ മുട്ടുമടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ ചില മേഖലകൾ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് ആമേ ക്ഷമിക്കുവാൻ, ഹല്ലേലൂയ ആമേ ദൈവമാണ് പരമാധികാരി എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആമേ സമാധാനത്തോടെ എല്ലാവരോടും വർദ്ധിക്കുക. ഇന്ന് പകൽക്കാലം നമുക്ക് ഇടവരുന്നുവെങ്കിൽ ആമേ നിശ്ചയമായിട്ട് ആമേ നന്മയാ തിന്മയെ ജയിക്കുക ഇടവരുമെന്ന ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജിമലിയറ്റ് എന്ന് പറയുന്ന ഒരു കർത്തദാസൻ, തൻ്റെ കൂടെ 4 മിഷണറിമാര് ആമേ ഇക്കഡോർ എന്ന് പറയുന്ന സ്ഥലത്ത് ഓക്ക ട്രൈബിൻ്റെ ഇടയിലേക്ക് സുവിശേഷവുമായിട്ട് കടന്നു പോകുകയാണ്. അവിടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം, ആമേ കിരാത ഭോജന്മാരായിട്ടുള്ള ഇവരെ എങ്ങനെയെങ്കിലും സുവിശേഷീകരിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. എന്നാൽ അവരവിടെ എത്തിച്ചേർന്നപ്പോൾ തന്നെ സംഭവിച്ചത് വിഷം പുരട്ടി അമ്പുകൾ എഴുതുകൊണ്ട് ആമേൻ ഇവരെ 5 പേരെയും കൊന്നുകളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ അവരുടെ ആഗ്രഹങ്ങൾ പോലെ, അവരുടെ പ്രതീക്ഷകൾ പോലെ അവിടെ അവർക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ആ കിരാതന്മാരായ മനുഷ്യര് ആമേൻ വിഷം പുരട്ടി അമ്പുകൾ എഴുത് അവരെ കൊന്നുകളഞ്ഞു.
പ്രൈസലോ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്ത് എലിയറ്റ്, പ്രൈസലോ, ഈ 4 മിഷണറിമാരിൽ ഒരു മിഷണറിയുടെ സഹോദരി, പ്രൈസലോ, ഇവർ രണ്ടുപേരും കൂടെ തീരുമാനമെടുത്തു, ആമേൻ, എൻ്റെ ഭർത്താവിനെ, നിന്റെ സഹോദരനെ കൊന്നുകളഞ്ഞ ആ ജനത്തിൻ്റെ നടുവിലേക്ക് തന്നെ നമുക്ക് പോകണം, അവരോട് സുവിശേഷം അറിയിക്കണം. അവരവിടെ കടന്നു എന്ന് സൗമ്യമായി അവരോട് ഇടപെട്ട്, ആമേൻ, ആ ഓക്ക ട്രൈബിലുള്ള ജനത്തോട്, അല്ലെങ്കിൽ വറോണി ട്രൈബ് എന്നാ പറയുന്നത്, പ്രൈസലോ, ആ ജനത്തോട് സുവിശേഷം അറിയിക്കുവാൻ ഇടവന്നു, പ്രൈസലോ. ആമേൻ, അവരെ കർത്താവിന് വേണ്ടി നേടുവാൻ ആ സഹോദരിമാർക്ക് കഴിഞ്ഞു, പ്രൈസലോ. എങ്ങനെ അത് സാധിച്ചെന്നറിയാമോ? വെറുപ്പിന്റെ അധ്യായം അവർ അവസാനിപ്പിച്ചു. സ്നേഹിക്കാൻ അവർ തയ്യാറായപ്പോ അവരിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടവന്നു, പ്രൈസലോ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അമേരിക്കയിൽ കേട്ടൊരു വാർത്തയുണ്ടല്ലോ, 31 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ സുവിശേഷ സത്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ആ രാജ്യത്ത് ഒരു ശക്തമായി പ്രകമ്പനം കൊള്ളിച്ച ഒരു വ്യക്തി, പ്രൈസലോ. അദ്ദേഹം മരിച്ചു. മടക്കത്തിന് ഭാര്യ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ഭർത്താവ് മരിച്ചു, എന്നാൽ അവൻ്റെ ഘാതകനായവനോട് ഞാൻ എന്ത് ചെയ്യുന്നു? ക്ഷമിക്കുന്നു, പ്രൈസലോ. അതാണ് കർത്താവ് കാണിച്ച മാർഗം, അതാണ് എൻ്റെ ഭർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം, പ്രൈസലോ. നോക്കുക ദൈവമക്കളെ, ക്ഷമിക്കാൻ തയ്യാറായപ്പോ ഇന്ന് അമേരിക്കയിൽ ഒരു വലിയ ഉണർവ് നടക്കുകയാണ്. ഇന്നലെ ഒരു സഭയെക്കുറിച്ച് ഞാൻ കണ്ടു, പ്രൈസലോ. അകത്തിരിക്കാൻ ഇടയില്ലാതെ ആളുകൾ പുറത്ത് വരാന്തകളിലൊക്കെ ഇരുന്നിട്ട് ശക്തമായി ദൈവത്തെ ആരാധിക്കുകയാണ്. എന്താ ഉണർവിന് കാരണമെന്നറിയാമോ? ക്ഷമിക്കുവാൻ തയ്യാറാകുന്ന ഹൃദയങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, തിന്മയോട് തിന്മ ചെയ്യുവാൻ നമ്മൾ സമയം കളയരുത്. നമുക്ക് മനസ്സോട് ക്ഷമിക്കുവാൻ കഴിയണം, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയണം. ഒരുപക്ഷെ നമ്മളെ മുറിപ്പെടുത്തിയവരായിരിക്കുക, നമ്മൾക്ക് വേദനകൾ തന്നവരായിരിക്കുക, നമ്മുടെ ആയുഷിന്റെ നല്ലൊരു ദിവസങ്ങൾ നഷ്ടപ്പെടുത്തിയവരായിരിക്കുക. എന്നാൽ ഇന്ന് പകൽക്കാലം തിന്മ കൊണ്ട് അവസാനിക്കുകയല്ല വേണ്ടത്. നമ്മളായിരിക്കുന്ന സമൂഹത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ സ്നേഹത്തെ പകരുക. നമ്മൾ വിളിക്കപ്പെട്ടവരാണെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ എങ്ങനെ അത് സാധിക്കും? ഇന്ന് പകൽക്കാലം വചനത്തിന് പറയുവാനുള്ളത്, പ്രാർത്ഥിക്കുവാൻ മുട്ടുകളെ മടക്കുക, കണ്ണുനീരോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരിക, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രൈസലോ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിന്റെ അകത്തളങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുവാൻ ഇടവരും, പ്രൈസലോ. ദൈവമക്കളെ, ദൈവസന്നിധിയിലിരുന്ന ക്രൂശിനൊന്ന് ധ്യാനിച്ചാട്ടെ, പ്രൈസലോ. വെറുതെയാണോ അവൻ വേദനകൾ സഹിച്ചത്? വെറുതെയാണോ കഷ്ടതകൾ സഹിച്ചത്? അതെല്ലാം നമുക്ക് വേണ്ടിയാ. നമ്മുടെ പാപങ്ങളെ, അകൃത്യങ്ങളെ അവൻ നീക്കിക്കളയുവാൻ ഇടവന്നു. അവൻ നമ്മളോട് ക്ഷമിച്ചത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഈ ആത്മീയ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത്. ദൈവത്തിന്റെ വചനത്തിന് പറയാനുള്ളത്, എൻ്റെ കർത്താവ് ക്ഷമിച്ചുവെങ്കിൽ, ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിനകത്ത് നൽകിയെങ്കിൽ, ഇന്ന് പകൽക്കാലം മനസ്സോടെ ക്ഷമിക്കുവാൻ, ഹല്ലേലൂയ, എൻ്റെ ഭവനത്തിനകത്ത് ഈ തിന്മ ഇനി വിളയാടുവാൻ അനുവദിക്കാതെ ഇന്ന് പകൽക്കാലം ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് തിന്മയോട് തോൽക്കാതെ നന്മ ചെയ്യുവാൻ തീരുമാനമെടുത്തുകൊണ്ട് ഭവനങ്ങളിലേക്ക് കടന്നു പോകാം, പ്രൈസലോ. എല്ലാവരോടും സമാധാനമായിട്ടിരിക്കാൻ പറ്റും, പ്രൈസലോ. കാരണം എല്ലാവരെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്, പ്രൈസലോ. പ്രൈസലോ. എല്ലാ സാഹചര്യത്തിലും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും, കാരണം എല്ലാ സാഹചര്യങ്ങളും നിയന്ത്രിക്കുന്നതും ദൈവമാണ്. ഹല്ലേലൂയ. മാനുഷികമായിട്ട് കഴിയാതെ വരുമ്പോൾ ആത്മാവിൻ്റെ സഹായത്തിലേക്ക് ഏൽപ്പിക്കണം. ജഡത്തിൻ്റെ പ്രവൃത്തികളാണ് തിന്മ, എന്നാൽ ആത്മാവിൻ്റെ പ്രവൃത്തി നന്മയാ. സ്തോത്രം. ആത്മാവിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം, പ്രൈസലോ. ഹല്ലേലൂയ. ദൈവമക്കളെ, വചനത്തിൻ്റെ അകത്ത് അനേക ഉദാഹരണങ്ങൾ കാണാം, പ്രൈസലോ. നന്മ പ്രവർത്തിച്ചവർ, ഹല്ലേലൂയ, തിന്മയോട് മത്സരിക്കാത്തവർ, അവരെല്ലാം ദൈവം ആക്കേണ്ട സ്ഥാനങ്ങളിൽ കൊണ്ടാക്കുവാൻ ഇടവന്നു, പ്രൈസലോ. അവരെക്കുറിച്ച് ദൈവം എന്തൊക്കെയോ പദ്ധതിയിട്ടു, അവിടെയെല്ലാം ദൈവം അവരെ കൊണ്ടെത്തിക്കുവാൻ ഇടവന്നു, പ്രൈസലോ. അങ്ങനെയെങ്കിൽ കണ്ണുനീരോടെ ഇന്ന് പകൽക്കാലം എല്ലാ ഹൃദയങ്ങളും ഒന്ന് പ്രാർത്ഥിച്ചേട്ടെ, പ്രൈസലോ. മെസ്സേജിന്റെ ഇടയ്ക്ക് പരിശുദ്ധാത്മ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ വചനം പറയുന്നു, പ്രൈസലോ. ഹൃദയത്തിനകത്ത് ഒരു വലിയ ഭാരം വെച്ചുകൊണ്ട്, ഒരു വലിയ ഈർഷ്യ വെച്ചുകൊണ്ട്, ഒരു വലിയ പണക്കം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാതെ ഇന്ന് പകൽക്കാലം മനസ്സോടെ ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കരുത്, പ്രൈസലോ. മനസ്സോടെ ക്ഷമിച്ചിട്ട് ദൈവസന്നിധി കരയരുത്. സ്തോത്രം, 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 സ്തോത്രം. ജീസസ്, ഹല്ലേലൂയ. മനസ്സോടെ ഒന്ന് ക്ഷമിച്ചിട്ട് കരയെ, പ്രൈസലോ. മനസ്സോടെ ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കരുത്. സ്തോത്രം. ശാന്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. സ്തോത്രം. മനസ്സോടെ ഒന്ന് ക്ഷമിച്ചേ. ചില വ്യക്തികളോട് ക്ഷമിച്ചേ.
ചില സാഹചര്യങ്ങളോടൊന്ന് ക്ഷമിച്ചേ. സ്തോത്രം, 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 സ്തോത്രം. എന്നിട്ട് വിശ്വസിച്ച് നമുക്കെതിരെ നിൽക്കുന്ന വ്യക്തി അതാര് തന്നെ ആകട്ടെ, സ്തോത്രം, ഇനിയും ആഴത്തിലേക്ക് ഇറങ്ങി എനിക്ക് പറയാൻ പറ്റത്തില്ല, പ്രൈസല്ലോ, അതാര് തന്നെ ആകട്ടെ, പ്രൈസല്ലോ, സ്തോത്രം. അതൊരു പക്ഷേ ഭർത്താവാകട്ടെ, ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, ആരെങ്കിലും ആകട്ടെ, സ്തോത്രം. ജീസസ് മനസ്സോടെ ഒന്ന് ക്ഷമിച്ചിട്ട്, സ്തോത്രം, വിശ്വസിച്ചേ എന്നെ നിയന്ത്രിക്കുന്ന ദൈവം തന്നെയാണ് മറ്റൊരാളെ നിയന്ത്രിക്കാൻ കഴിയുന്നത്. എൻ്റെ വാക്കുകൾക്കോ എൻ്റെ ഉപദേശങ്ങൾക്കോ എൻ്റെ ചിന്തകൾക്കോ ഒന്നും തിരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം സകല ഹൃദയങ്ങളെയും നിലവുകളെയും വളരെ വ്യക്തമായിട്ട് അറിയുവാൻ കഴിയുന്ന, നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഒരുവൻ ജീവിക്കുന്നു. അത് നമ്മൾ സേവിക്കുന്ന നമ്മുടെ ദൈവമാണ്, നമ്മുടെ കർത്താവാണ്.